മൈൻഡ് ബ്ലോവേഴ്സ് ക്യാമ്പ് നടത്തി. തരൂർ ഗ്രാമപഞ്ചായത്ത് കുടുംബശ്രീ CDSന്റെ നേതൃത്വത്തിൽ ബാലസഭ കുട്ടികൾക്കുള്ള അറിവും കഴിവും സർഗാത്മകതയും വളർത്താൻ നൽകുന്ന പരിശീലനത്തിന്റെ ഉദ്ഘാടനം ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ചെന്താമരാക്ഷൻ നിർവഹിച്ചു. CDS ചെയർപേഴ്സൺ ഗിരിജ സുന്ദരൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ CDS വൈസ് ചെയർപേഴ്സൺ ബിനുമോൾ സ്വാഗതം പറഞ്ഞു. രഞ്ജിനി, ശരണ്യ, അക്കൗണ്ടന്റ് മഹേഷ് എന്നിവർ പരിശീലനത്തിന് നേതൃത്വം നൽകി. ഓഗസ്റ്റ് 10, 11 തീയതികളിൽ തരൂർ UP സ്കൂളിലാണ് പരിശീലനം നൽകുന്നത്. പാട്ടാവാം, കളിയാവാം, വായനയാവാം, പരീക്ഷണമാവാം, കണ്ടെത്തലാവാം, അതുപോലെ തന്നെ നിങ്ങളുടെ മനസ്സിലുള്ള സംശയങ്ങൾ ദൂരീകരിക്കലാവാം. ഇതെല്ലാം നമ്മളുടെ ജീവിതത്തിൻ്റെ മുന്നോട്ടുള്ള യാത്രയിൽ നമുക്ക് ഏതെല്ലാം തരത്തിൽ ഉപകരിക്കുന്നുവോ അതെല്ലാം നമ്മൾ സ്വീകരിക്കണം. അല്ലാത്തതൊക്കെ തള്ളിക്കളയും. കളിക്കളയണം വേണ്ടേ? എന്തെല്ലാവരും ഉത്സാഹം നടക്കണ്ട. അപ്പം നിങ്ങളുടെ ഞാൻ മുമ്പിൽ പ്രസംഗിക്കുകയല്ല, എന്നേക്കാൾ കൂടുതൽ ക്ലാസ് എടുക്കാൻ കഴിവുള്ളവരാണ് ഈ ആശയം. ഞാനിങ്ങനെ അറിയോ? ഇവിടെ ഇരിക്കുന്ന ഒരു കാര്യങ്ങൾ പറയാൻ പറ്റും. സുനിത വില്യംസ് ഇപ്പൊ എവിടെയാണ് താമസിക്കുന്നത്? ആർക്കെങ്കിലും പറയാൻ പറ്റും? ആർക്കെങ്കിലും കുട്ടികൾ ആർക്കെങ്കിലും പറയാം സുനിത വില്യംസ് എവിടെ താമസിക്കും? സുനിത വില്യംസ് ആരാണ്? ഉറക്കപ്പടി പറഞ്ഞ തെറ്റിക്കോട്ടെ. ചന്ദ്രന്റെ കാലുവെച്ച ആളാണ് സുനിത വില്യംസ് എന്നാണ് ഇയാൾ മനസ്സിലാക്കിയിരിക്കുന്നത്. പോട്ടെ, അയാൾ പറയാൻ ധൈര്യം കാണിച്ചത് തെറ്റാണെങ്കിൽ പറയാനുള്ള ആർജവം കാണിക്കലാണ് നമ്മുടെ ഏറ്റവും വലിയ കാര്യം. സുനിത വില്യംസിനെ കുറിച്ച് വേറെ പറഞ്ഞ മുതിർന്നവർക്ക് പറയാം. സുനിത വില്യംസ് ആരാ? സുനിത വില്യംസ് ലോകത്തിലെ ഏറ്റവും നല്ല ബഹിരാകാശ യാത്രികയാണ്. അവരിപ്പോ താമസിക്കുന്നത് എവിടെയാണ്? ബഹിരാകാശത്താണ്. ചന്ദ്രനിലില്ല. ചന്ദ്രനിലൊന്നും നമ്മൾ താമസിക്കുന്നില്ല. ബഹിരാകാശ പേടകത്തിൽ മാസങ്ങളായി അവിടെ ഗവേഷണത്തിന് വേണ്ടി താമസിക്കുന്ന ആളാണ് സുനിത വില്യംസ്. അവരുടെ മടക്കയാത്രയ്ക്കുള്ള തയ്യാറെടുപ്പിനിടയിൽ യാത്ര ചെയ്യുന്ന അവസരത്തിൽ തിരിച്ചു വരേണ്ട പേടകത്തിന് ചെറിയൊരു കേടുപറ്റിയത് കൊണ്ട് മാസങ്ങളായി അവിടെ കുടുങ്ങിക്കിടക്കുകയാണ്. പക്ഷെ അങ്ങനെ കുടുങ്ങിക്കിടന്നിട്ടും അവരുടെ മനോധൈര്യം ഉണ്ടല്ലോ, അത് കൈവിട്ടിട്ടില്ല. ഏത് സമയവും ജീവൻ നഷ്ടപ്പെടാതെന്ന് പറഞ്ഞിട്ടുള്ള ഒരു അവസ്ഥയിലായിട്ട് പോലും സുനിത വില്യംസ് ഈ ലോക ജനതയ്ക്ക് വേണ്ടിയുള്ള പരീക്ഷണത്തിന്റെ ശാലയിൽ ഇന്നും 2 പേര് പത്രവും നിൽക്കുമൊന്നുമില്ല. പക്ഷെ നമ്മുടെ ഈ ഭൂമിയിൽ നടക്കുന്ന സർവ്വ സന്നാഹ വിവരങ്ങളും മിനിറ്റ്സുകൾ കൊണ്ട് അറിയുന്ന വലിയ ഒരു സംവിധാനത്തിനകത്ത് വിഴുങ്ങിയ ഒരു പേടകത്തിൽ കഴിഞ്ഞു.